ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ അഫ്ലക്കമന്റെ പ്രകടനം കാണാം. അന്ന് ആ ചോരയ്ക്ക് മുന്നിൽ ലോകത്തിന്റെ സാംസ്കാരിക മനസാക്ഷിയോട് ഇന്ത്യ മൗനമായി മാപ്പ് ചോദിച്ചു. ചേരിയിലെ വൃത്തികെട്ട തൊഴിലാളികൾക്ക് വേണ്ടി, തോട്ടുകൾക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി അവൻ നാടകം കളിക്കുക. ആണും പെണ്ണും കെട്ടവൻ. ചില്ലറ കാര്യമായി കാണണ്ട. അവന്റെ ഓരോ നാടകങ്ങളും ഓരോ ചാട്ടവാറാണ്. നാടകം അവന് സമരായുധമാണ്. ഉമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞത് ഒന്ന് ഓർമ്മിപ്പിക്കാനാ. ദേ ചുറ്റും ശത്രുക്കൾ ഒരുങ്ങുന്നുണ്ട്. സൂക്ഷിക്കണം എൻ്റെ മോൻ. നിന്റെ നാടകങ്ങളായ ഹല്ലാബോളും യന്ത്രവും രാജാവിന്റെ പെരും പറയുമെല്ലാം തീക്കനലായി നാട്ടിൽ പടരുക. നീ തളരരുത്, ഒരിക്കലും തളരരുത്. എന്നും നിന്റെ കൂടെ ഈ ഉമ്മയുണ്ടാകും. നീ വലിച്ചു കുടിച്ച അമ്മിഞ്ഞപ്പാലിന്റെ കടമായി. ഉമ്മ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ വാക്കുകൾ. ഉമ്മ, ഒരു നാടകക്കാരൻ യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ അവൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാകണം. ഉമ്മ ദാ അവിടെ എൻ്റെ കൂടെ ഇവൾ കൂടിയുണ്ട്. മാലാശ്രീ ഹാഷ്മി. കണ്ടില്ലേ, ചോരയിൽ കുതിർന്നേറ്റപ്പോൾ സുഖറാമിന്റെ തലച്ചോറ് ഒഴുകി പടർന്ന അവന്റെ ചോര. മുതലാളിമാരെ, കൊന്നില്ലേ നിങ്ങളവനെ? കൊന്നു കളഞ്ഞില്ലേ നിങ്ങളവനെ? എന്തിനു വേണ്ടിയായിരുന്നു? മൂത്രപ്പുര കെട്ടാൻ ഫാക്ടറി വളപ്പിലിടം ചോദിച്ചതിന്. 6 വെടിയുണ്ടകളാ കുട്ടിയുടെ ചോരയിൽ കുതിർന്ന ചുവന്ന മണ്ണ്. അവകാശ സമരത്തിന്റെ രക്തസാക്ഷിയായ ഒരു കുടപ്പിറപ്പിന്റെ കുടപ്രാണ്. ഈ ചോരയുടെ ചൂടിൽ എന്റെ അക്ഷരങ്ങൾ തിളക്കുകയാണ്. നാടകം ഇരമ്പുകയാണ്. മനസ്സ് നിലവിളിക്കുകയാണ്. അരങ്ങൊരുക്കം തുടങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട തൊഴിലാളികളെ, ഇനിയും ഉറക്കെ വിളിക്കുക നമ്മുടെ ചോർ കൊണ്ട് എഴുതിയ മുദ്രാവാക്യങ്ങൾ. കാരണം പ്രതികരണത്തിന്റെ ആദ്യ ശബ്ദം മുദ്രാവാക്യങ്ങളാ. ഇനിയും ഉറക്കെ വിളിക്കുക. ഹലോ